നമുക്ക് റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ ആൾക്കാർ ആരെങ്കിലും ട്രേഡിലേക്ക് എൻ്റർ ആവുന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്, ഈ ട്രേഡിൽ റിസ്ക് കൂടുതലാണ്. അപ്പോൾ ചെറിയൊരു പൊസിഷനിൽ വേണമെങ്കിൽ എൻ്റർ ആവാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എൻട്രി എടുത്തത് ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റിലൊരു ഫോൾ വന്ന് ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്ന് ഇവിടുന്നൊരു റീടെസ്റ്റ് തന്ന് മാർക്കറ്റ് ഇവിടുന്നൊരു പിൻ ബാർ ക്യാൻഡിൽ ഉണ്ടാക്കി. അല്ലെങ്കിൽ മാർക്കറ്റിൽ മാർക്കറ്റ് ഈ ലെവലിൽ നോക്കി മനസ്സിലാവും ഇവിടുന്ന് ഒരു ക്യാരക്ടർ ചേഞ്ച് ആയ ഒരു ഏരിയ, മാർക്കറ്റിന് ട്രെൻഡും ക്യാരക്ടറൊക്കെ ചേഞ്ച് ആയ ഒരു ഏരിയ ഈ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ട് മാർക്കറ്റ്, അല്ലെങ്കിൽ ഈ ലെവലിൽ ഒരു പിൻ ബാർ ക്യാൻഡിൽ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു സെല്ലിങ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ട്രേഡ് ക്ലോസ് ആകുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ടൈം ആവും. അപ്പോൾ ഇന്നത്തെ ലൈവ് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യലാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുക. ഇൻസ്റ്റഗ്രാം എടുത്ത് അനലൈസ് എന്താണെന്ന് വെച്ചാൽ ബ്രോ, മാർക്കറ്റിലൊരു 1 hour ചാർട്ടിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ റീടെസ്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കായി മാർക്കറ്റ്, ഇവിടുന്ന് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കായി ഇവിടുന്ന് റീടെസ്റ്റ് എടുത്ത് പിന്നെ താഴേക്ക് ഡൗണിലേക്ക് വന്ന് പിന്നെ റീടെസ്റ്റ് എടുത്ത് പിന്നെ റീടെസ്റ്റ് എടുത്തിട്ടുണ്ട് മുകളിലേക്ക്. ഓക്കെ, ലോജിക്കലായിട്ട് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നതെങ്കിൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് പിന്നെ മാർക്കറ്റിലൊരു ഇവിടെ റീടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിൽ ബയേഴ്സ് എൻ്റർ ആകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഈ ലെവലിൽ ട്രെൻഡ് ലൈനിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വീക്ക്നെസ് കണ്ട് റീടെസ്റ്റിൽ കയറാൻ പറ്റാത്തൊരു വീക്ക്നെസ് കണ്ട് പിന്നെ ഇവിടെ റീടെസ്റ്റ് ചെയ്ത് ഇത് ബ്രേക്ക് ആയപ്പം കൺഫേം ആയി. അപ്പോൾ ഇത് വൈകുന്നേരം വരെ ട്രയൽ ആയിട്ടുണ്ടായിരുന്നു, ഈ ലെവലിലേക്ക് ടാർഗറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.